ശബരിമല വിഷയം ഏറെ പ്രാധാന്യത്തോടുകൂടി മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മഞ്ചേശ്വരത്ത് നടക്കാനുള്ള ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികൾ വിട്ടൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിലോട്ട് ശ്രദ്ധ കൊടുക്കാതെ, മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലോട്ട് കടന്നു പോകാതെ, കൃത്യമായി പറഞ്ഞാൽ ശബരിമല വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയമാണ്. UDF ആയാലും CPIM ആയാലും BJP ആണെങ്കിൽ എല്ലാ ശ്രദ്ധയും നിലവിൽ ശബരിമലയിലോട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്ന വലിയ ഒരു സമയത്ത് മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആദ്യഘട്ടങ്ങളിൽ മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിലേക്ക് മാധ്യമങ്ങൾ ശ്രദ്ധ തിരിച്ചിരുന്നുവെങ്കിലും കെ സുരേന്ദ്രൻ തന്റെ നിലപാട്, ഹൈക്കോടതിയിലെ കേസ് പിൻവലിക്കുന്നില്ല എന്ന തന്റെ നിലപാട് മാധ്യമങ്ങളോട് തുറന്നു പറയുന്ന സാഹചര്യത്തിൽ മാധ്യമങ്ങൾ കെ സുരേന്ദ്രന്റെ തീരുമാനത്തോടുകൂടി മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിലേക്കുള്ള ശ്രദ്ധ മാറ്റിയിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഹൈക്കോടതിയിലെ സുരേന്ദ്രന്റെ കേസ് തന്നെയാണ്. പക്ഷെ നിലവിൽ ഒരു സുപ്രധാന നിമിഷത്തിൽ BJP മഞ്ചേശ്വരം ഉപതെരഞ്ഞെടുപ്പിന് തങ്ങൾ ഒരുക്കമാണെന്നും ഹൈക്കോടതിയിലെ കേസ് പിൻവലിക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് മഞ്ചേശ്വരത്തെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ ചില സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത എന്ന് പറയുന്നത് ശബരിമല വിഷയം നിലവിൽ BJPയെ സംബന്ധിച്ചിടത്തോളം, BJPയുടെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു റിസൾട്ട്, പൊതുജനങ്ങളിൽ നിന്നുള്ള വലിയ രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായം ഇവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർക്ക് തങ്ങളുടെ ശക്തി ഒന്നുകൂടി തെളിയിക്കേണ്ടി വന്നാൽ മഞ്ചേശ്വരത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കെ സുരേന്ദ്രൻ ഹൈക്കോടതിയിലുള്ള കേസ് പിൻവലിച്ചു കഴിഞ്ഞ് BJPക്ക് പൊതുജനങ്ങളിലുള്ള സ്വാധീനം, ശബരിമല വിഷയത്തിന് ശേഷം പൊതുജനങ്ങളിൽ BJPക്കുള്ള സ്വാധീനം തിരിച്ചറിയാൻ ചിലപ്പോൾ മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP തയ്യാറായേക്കാം. അതുകൊണ്ട് തന്നെ BJP ഇങ്ങനെ ഒരു ചുവടുവെപ്പ് നടത്തിയാൽ തീർച്ചയായും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ ഒരു വെല്ലുവിളിയായിരിക്കും മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ് സമ്മാനിക്കുക. കാരണം ഭക്തരോടൊപ്പം അത് ന്യായമായ രീതിയിലാണോ, അത് മറ്റുള്ള രീതിയിലാണോ എന്നുള്ളതല്ല, ഭക്തരോടൊപ്പം BJP ഉണ്ട് എന്ന ഒരു തോന്നൽ അവരുണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിന് വലിയ ഉദാഹരണമാണ് എക്കാലത്തുമില്ലാത്ത റേറ്റിംഗിലൂടെയുള്ള ജനം TVയുടെ കടന്നുപോക്ക്. CPMന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമായി പോകും എന്ന ഒരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരം ഉപതിരഞ്ഞെടുപ്പ് BJPയേക്കാൾ വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം മഞ്ചേശ്വരത്ത് നടക്കും. മഞ്ചേശ്വരത്തിലേക്ക് ഒരു കുതിച്ചു ചാട്ടം ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയോടുകൂടി നമുക്ക് നിർത്താം. നന്ദി, നമസ്കാരം.